guys, welcome back to NKLEDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട പോലെ ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വരിക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1:1 റേഷ്യോ എടുത്തുകൊണ്ട് തന്നെ 1:1 റേഷ്യോ ഉള്ള 3 ഫോട്ടോസ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്ത് വെച്ചാൽ ആദ്യത്തെ 2 ഫോട്ടോ ഇതേപോലെ ഓഫ് ചെയ്തിടുക. ദെൻ നമ്മൾ അതിനു മുമ്പ് നമുക്കിവിടെ ഈ ഒരു പോർഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ ഗ്രിഡ് ഓൺ ആക്കിയിടുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രിഡിൻ്റെ വാല്യൂ വന്ന് 138ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ 138ലേക്ക് സെറ്റ് ചെയ്യുക. അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, 2 എണ്ണാക്കി സെറ്റ് ചെയ്യുക ഇതേപോലെ. ശേഷം നമ്മളത് 1 സെക്കൻഡിൽ വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു 2 ക്ലിപ്പും വന്ന് 1 സെക്കൻഡിൽ വന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ബീറ്റ് മാർക്ക്, അതേപോലെ തന്നെ 0.15 ബീറ്റ് മാർക്ക്, ഇതേപോലെ 2 ബീറ്റ് മാർക്കും കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക. അവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതേപോലെ 3 കീ ഫ്രെയിംസ് സെറ്റ് ചെയ്യുക. അവിടെ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കറക്റ്റായി തിരിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രിഡ് ലൈനിൻ്റെ അടുത്തേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എൻഡിലുള്ളത് വന്ന് ഫുള്ളായി താഴേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഫുള്ളായിട്ട് താഴേക്കാണ് ഞാൻ മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇനി നമുക്കിവിടെ കർവ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കർവ് ഓപ്ഷൻ വന്ന് നമ്മൾ കർവ് ഓപ്ഷനിൽ വരിക. ശേഷം ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. then നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് 4th കർവ് സെറ്റ് ചെയ്തിട്ട് മുകളിലുള്ള ഭാഗം ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തത് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ക്ലിപ്പ്. അവിടെയും വന്ന് ഇതേപോലെ 3 കീ ഫ്രെയിം തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ 3 കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റത്തെ നേരത്തെ പോലെ തന്നെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിം വന്ന് കുറച്ചൊന്ന് താഴേക്ക്, അത് വന്നിതാ ഇതേപോലെ താഴെയുള്ള 1ാമത്തെ വരയുടെ അടുത്ത് ഗ്രിഡ് ലൈനിൻ്റെ അടുത്തേക്ക് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു 4th കർവ് മുകളിലുള്ള ഭാഗം ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ വന്ന് നമ്മൾ ടൈൽസ് എഫക്റ്റ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, വൈപ്പിൽ വരിക. വൈപ്പിൽ വന്ന ശേഷം എൻഡിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 50%ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻഡിൻ്റെ വാല്യൂ വന്ന് കറക്റ്റ് 50%ലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ഈ ഒരു വാല്യൂ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിവിടെ ഏറ്റവും അടിയിൽ ഫെദർ ഉണ്ടാവും, അത് വന്ന് 0.1ലേക്കും കൂടെ സെറ്റ് ചെയ്യുക. ഓക്കെ, 0.1. ദെൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ നമ്മൾ മോഷൻ ബ്ലർ കൂടെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു 3 എഫക്റ്റും കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ താഴെയുള്ള ഈ ഒരു ലെയറിലും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം വൈപ്പ് എഫക്റ്റ് അങ്ങ് കളയുക. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലുള്ള ആ ഒരു ട്രാൻസിഷൻ, ഫസ്റ്റിലുള്ള ആ ഒരു ക്ലിപ്പിലെ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള ക്ലിപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ക്ലിപ്പ് നമ്മൾ ഹോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ക്ലിപ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പിലാണ് മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഫസ്റ്റിലുള്ള ക്ലിപ്പിലേക്ക് വരിക. ദെൻ നമ്മൾ ഇതേപോലെ ഫസ്റ്റിൽ വന്നിലായിട്ട് 2 കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക മൂവിൽ. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഫുള്ള് താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഫുള്ളായി താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ വന്നിലായിട്ട് ആ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് റൊട്ടേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ക്ലിപ്പിലേക്ക് വരിക, സെയിം മെത്തേഡ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് മുകളിലായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും വന്ന് നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മുകളിലുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ഫസ്റ്റ് വൈപ്പ് എഫക്റ്റ് കൊടുക്കുക. വൈപ്പ് എഫക്റ്റ് കൊടുത്ത ശേഷം സ്റ്റാർട്ടിൽ നമ്മൾ ഇതേപോലെ ആ ഒരു
ഗ്രിഡിന് കണക്കായിട്ട് സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് ഇതേപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ എന്നുള്ളത് നിങ്ങൾ ഓരോരാൾക്ക് ഓരോന്നായിരിക്കും. എനിക്കിപ്പോൾ 27.2 ആ ഒരു സെൻറ്റർ ലൈനിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 27 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, അതിനാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഗ്രിഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് സെൻറ്റർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കൊടുക്കുക. അതേപോലുള്ള ഇമേജസും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു എഫക്ട്സിൽ തന്നെ വരിക. ഇവിടെ നമ്മൾ ടൈൽസ് എഫക്റ്റ് എനേബിൾ ചെയ്യുക, മിറർ ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ മോഷൻ ബ്ലറൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 3 എഫക്ട്സും കൂടെ കോപ്പി ചെയ്യുക. നമ്മൾ താഴെയുള്ള ലെയറിലും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ വൈപ്പ് എഫക്റ്റ് അങ്ങ് കളഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് വൈപ്പ് എഫക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വൈപ്പ് എഫക്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. അത് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ലാഗും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എൻഡിൽ വന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു 3 ലെയേഴ്സ് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക ഇതേപോലെ. ഓക്കെ, കറക്റ്റായിട്ട് ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ശേഷം നമ്മൾ സ്കെയിൽ ടൂളിൽ വന്ന ശേഷം ഇത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ലെയറിൽ ആഡ് എഫക്ട്സിൽ 3Dയിൽ ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അഗെയിൻ സ്കെയിൽ ടൂളിലേക്ക് വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ നന്നായി ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഒരു പോപ്പപ്പായി വരുന്ന രീതിയിലുള്ള ഒരു ട്രാൻസിഷനാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ നമ്മൾ അവിടെ കൊടുക്കേണ്ട കർവ് പറഞ്ഞാൽ 3rd കർവ് അപ്ലൈ ചെയ്ത് ഈ മുകളിലുള്ള ഭാഗം ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു കർവ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൽ നമ്മൾ ഫ്ലിപ്പ് ലെയർ എനേബിൾ ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 180ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 180ലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഫ്ലിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 180ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു കർവ് കൊടുക്കണം. ഓക്കെ, ഇതേപോലെ ഫസ്റ്റിലേക്ക് എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഇവിടെയും നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കർവ് തന്നെയാണ് കൊടുക്കുന്നത്. 3rd കർവ് അപ്ലൈ ചെയ്യുക. ദെൻ മുകളിലുള്ള ഭാഗം ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് എക്സ്പോഷർ ആൻഡ് ഗാമയാണ് ആഡ് ചെയ്യുന്നത്. കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിം നിങ്ങൾക്ക് എത്രയാണോ എക്സ്പോഷർ വേണ്ടത് ആ ഒരു രീതിക്ക് ഒരു എക്സ്പോഷർ കൊടുക്കുക. ഞാനിപ്പോൾ 0.35 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാം. അതിനും ഈ ഒരു കർവ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ചെറിയൊരു ഷാഡോ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ സൈസ് ഒന്ന് 4 ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ പൊസിഷൻ വന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെയും വൈയുടെയും പൊസിഷൻ ഞാൻ 32 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സിൻ്റെ പൊസിഷനും വൈയുടെ പൊസിഷനും കറക്റ്റ് 32ലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ട് ആൽഫ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിക്ക് ആൽഫ കുറച്ച് കൊടുത്ത ശേഷം നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, 1:1 റേഷ്യോയിൽ. അപ്പോൾ ഞാൻ 1:1 റേഷ്യോയിൽ ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്ത ശേഷം ഇതേപോലെ കറക്റ്റായി കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ഇതിൻ്റെ അടിയിലായി സെറ്റ് ചെയ്ത് അതിൻ്റെ ബ്ലെൻഡിങ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ മാറ്റി ബ്ലാക്കോ അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലാക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ഷാഡോ കുറച്ച് അധികം ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൽഫയുടെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഷാഡോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിൽ പോയി ഒരു നള്ള് ഇതേപോലെ ആഡ് ചെയ്യുക. നള്ള് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ എൻഡിലായി വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലായി വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൂവ്മെൻറ്റ്, ഒരു സൂം കൊടുക്കുകയാണ്. ഇവിടെ ഒരു കീ ഫ്രെയിം, ഇവിടെ ഒരു കീ ഫ്രെയിം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ലെയർ വന്ന് ഇതുമായിട്ട് പാരൻറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ 2 ലെയറും ഇതുമായിട്ട് പാരൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാരൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് ഇതേപോലെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു മൂന്നാമത്തെ കർവ് അപ്ലൈ ചെയ്യുക. ദെൻ ഈ ഒരു മുകളിലുള്ള പാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ ഫിൽ സ്ക്രീൻ ചെയ്യുക ഇതേപോലെ.
എൻഡ് വരെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലെയറിൽ എന്ത് എഫക്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഒരു വേവ് വേണമെങ്കിൽ വേവ് കൊടുക്കുക, സൂം വേണമെങ്കിൽ സൂം കൊടുക്കുക. ആ ഒരു രീതിക്കുള്ള അതായത് എന്ത് എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് കുറേ അധികം വേവിൻ്റെ ഓപ്ഷൻസ്, അതായത് വാർപ്പി ടൈപ്പുള്ള കുറേ അധികം ട്രാൻസിഷൻസ് ഞാൻ ഇതിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ദിവസത്തിനുള്ളിൽ വേറൊന്ന് ചെയ്യും. അതായത് ഇതേപോലുള്ള ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ വേവ് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ജസ്റ്റ് ഒരു സൂം ട്രാൻസിഷൻ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.